നിന്നെ എല്ലാവരും കുറേ പേര് ഹാരസ് ചെയ്ത് റേപ്പ് അറ്റംപ്റ്റ് ചെയ്യാൻ വന്നത്. അവരെന്താ വിചാരിച്ചത് നീ ട്രാൻസ്ജെൻഡർ ആണ്? അതെ 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 അതെ. പിന്നെ എങ്ങനെയാ അവിടെ നിന്ന് തപ്പിയത്? എനിക്കിപ്പോൾ കമ്മ്യൂണിറ്റിയുടെ ഇടയിൽ വന്നതിന് ശേഷം ലോട്ട് ഓഫ് സ്റ്റോറീസ് ഇരിക്കും. എനിക്ക് കമ്മ്യൂണിറ്റിയുടെ ഉള്ളിൽ നിന്നുള്ള അനുഭവങ്ങളും എനിക്ക് പ്രശ്നങ്ങളായിട്ടുണ്ട്. കമ്മ്യൂണിറ്റിയുടെ പുറത്ത് അവരെ സപ്പോർട്ട് ചെയ്തതിൻ്റെ പേരിലും എനിക്ക് അനുഭവങ്ങളായിട്ടുണ്ട്. കമ്മ്യൂണിറ്റിയുടെ ഉള്ളിലുള്ള അനുഭവങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്രൈസിസിൽ പെടുന്ന കുട്ടികൾ ഉണ്ടാവും. രാത്രി കാലങ്ങളിൽ ഇപ്പോൾ എറണാകുളത്താണെങ്കിലും തിരുവനന്തപുരത്താണെങ്കിലും കോഴിക്കോടാണെങ്കിലും പല ജില്ലകളിലും ക്രൈസിസിൽ പെടുന്ന കമ്മ്യൂണിറ്റികൾ ഉണ്ടാവും. രാത്രി കാലങ്ങളിൽ സെക്സ് വർക്കിന് നിൽക്കുന്നവർ, അവർക്ക് എന്തെങ്കിലും ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, ചിലപ്പം പൈസ കൊടുക്കാതെയൊക്കെ പോവും, സെക്സൊക്കെ ചെയ്തിട്ട് ചിലപ്പോൾ അടിയുണ്ടാവും, പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ ആ സാഹചര്യത്തിലൊക്കെ ഈ കുട്ടികളെ ഉപദ്രവിക്കുകയോ ആരെങ്കിലും തലയടിച്ച് പൊട്ടിച്ചോ കൈയടിച്ചൊടിച്ചോ കാലടിച്ചൊടിച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്തു എന്നുള്ളൊരു വിഷയം അറിയുമ്പോൾ ഓടിച്ചെല്ലും ഞാൻ. ആ ഓടിച്ചെല്ലുമ്പോൾ ആളുകളൊക്കെ കൂടി നിൽക്കുമായിരിക്കും. സത്യസന്ധമായിട്ട് പറയാം, ആളുകൾ കൂടിക്കുമ്പോൾ ഞാൻ പെട്ടെന്ന് ആ രാത്രിയിൽ 1 മണിക്ക് 2 മണിക്കൊക്കെ ഈ വണ്ടി എടുത്തുകൊണ്ട് ചെല്ലുന്നതുകൊണ്ട് തന്നെ ഞാൻ കമ്മ്യൂണിറ്റിയാണെന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് അവൾ ഒരു പതിവ്രത വന്നേക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് എന്നെയൊക്കെ കയറി വെറുതെ ഒക്കെ അങ്ങ് കയറി അങ്ങ് പിടിക്കും അമ്മ. വെറുതെ ഒക്കെ കയറി പിടിക്കുക, ചുമ്മാ നടക്കുമ്പോഴത്തേക്കൊക്കെ ഇടുപ്പിലൊക്കെ പിടിക്കുക, വെറുതെ ആവശ്യമില്ലാത്ത ഇടങ്ങളിൽ പിടിക്കുക, അബ്യൂസ് ചെയ്യുന്ന രീതിയിലൊക്കെ ഉള്ള സംസാരങ്ങൾ സംസാരിക്കുക. എന്നോട് തന്നെ പറയും പാലാരിവട്ടം പാലത്തിൻ്റെ അടിയിലും അവിടെയൊക്കെ അവൾക്ക് നിൽക്കാൻ പറ്റും, ഞങ്ങളൊന്ന് തൊട്ടപ്പോൾ അവൾക്ക് അങ്ങ് പൊള്ളിപ്പോയി, ഇങ്ങനെയൊക്കെ അങ്ങ് പറയും. അപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് അത് കമ്മ്യൂണിറ്റി ആണെന്ന് കരുതിക്കൊണ്ട് ചെയ്യേണ്ടതാണ്. അപ്പം കമ്മ്യൂണിറ്റി എന്ന് വെച്ചാൽ പിടിക്കാനുള്ള ഒരു ആയുധമാണെന്ന് ജനങ്ങളങ്ങ് വിലയിരുത്തി വെച്ചിരിക്കുക. ആരൊക്കെയോ വിലയിരുത്തി വെച്ചിരിക്കുക. അതായത് കമ്മ്യൂണിറ്റി എന്നാൽ പിടിക്കാം, അവരെ എന്ത് ചെയ്യാം. അപ്പോഴാണ് എനിക്ക് കൂടുതൽ മനസ്സിലായത് ഓരോ ദിവസവും കൺസെൻ്റ് ഇല്ലാത്ത സെക്ഷുവൽ റേപ്പും കൺസെൻ്റ് ഇല്ലാത്ത പിടിയും വലിയൊക്കെ അവരുടെ ജീവിതത്തിൽ എന്തുമാത്രം സ്ട്രഗിളിങ് ആയിട്ട് നടക്കണം എന്നുള്ളത്. അത് ഫേസ് ചെയ്ത ഒരാളാണ് ഞാൻ. അപ്പോൾ പലയിടത്തും എനിക്ക് അങ്ങനത്തെ അനുഭവങ്ങളുണ്ട്. ഞാൻ അതിനെതിരെ കേസ് കൊടുത്തിട്ടുണ്ട്, ഞാൻ തിരിച്ച് റിയാക്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് നിന്റെ മേലെ എന്തോ ഒരു കേസ് ഉണ്ടല്ലോ? അതെന്താ കേസുണ്ട്? അത് ഈ യൂട്യൂബറെ ഇത് നമ്മുടെ സൈബർ ബുള്ളിങ്ങിനെതിരെ നമ്മൾ പ്രതികരിച്ച ഒരു പ്രതിഷേധം ഉണ്ടായിരുന്നു. ഒരു യൂട്യൂബറെ ഉപദ്രവിച്ചു എന്ന് പറയുന്ന ഒരു സംഭവം. അതെന്തായി? ആ കേസ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നു. അതിൽ നമ്മളിപ്പോൾ പ്രതികളായിട്ടുള്ള കേസും അയാൾ പ്രതികളായിട്ടുള്ള കേസും നടക്കുന്നുണ്ട് കോടതിയിൽ. അപ്പോൾ ആലോചിച്ചോ, നമുക്ക് ഒരു മാൻ എൻ്റെ ലൈഫിൽ ഉണ്ടായ ആ സമയത്തിൽ ആ മാൻ വന്ന് നിൽക്കും, അപ്പോൾ നമുക്ക് ആ മാൻ ഇല്ലാതെ പോയതാണ് പ്രശ്നം എന്ന് തോന്നിയിട്ടുണ്ടോ? ഞാനിപ്പോൾ അമ്മ എടുത്തൊരു കാര്യം ചെയ്യട്ടെ. ഇപ്പോൾ നമുക്ക് അവർ തരുന്ന ക്വസ്റ്റ്യൻസോ വാട്ട് കൈൻഡ് ഓഫ് സാധനങ്ങളമ്മ നമ്മൾ ഇത്രയും നാൾ സർവൈവ് ചെയ്തില്ലേ അമ്മ ജീവിതത്തിൽ? അമ്മ എന്ത് ഏജ് ആയി അമ്മയ്ക്ക്? ജീവിതത്തിൽ ഇത്രയോ മനുഷ്യരുണ്ട്, എത്രയോ മനുഷ്യർ, പുരുഷന്മാർ സ്ത്രീകളും ഒക്കെ ജീവിതത്തിൽ വന്നു പോയി. പക്ഷെ ഞാൻ ഇന്നും കാണുന്നത് എൻ്റെ അമ്മ ജീവിക്കുന്നത് ഒറ്റയ്ക്കാണെന്ന് തന്നെയാണ്. ആ സർവൈവിങ് തന്നെയാണ് എനിക്ക് പാഠമെന്ന് തന്നെ ഞാൻ മനസ്സിലാക്കുന്നു. അത് നിങ്ങൾ മാത്രമെന്നല്ല, ഞാൻ ഉൾപ്പെടെ ഉള്ള സ്ത്രീകൾ മനസ്സിലാക്കാൻ, എന്നെപ്പോലുള്ള സ്ത്രീകൾ മനസ്സിലാക്കാനുള്ളത് ആരും വേണ്ട ജീവിതത്തിൽ. ഒറ്റയ്ക്ക് ജീവിക്കാൻ കഴിയും, പക്ഷെ നമ്മൾ കിടന്നു പോവും അമ്മ. ശരിയാണ്, നമ്മൾ വീണ് പോവും, നമ്മൾ കിടന്നു പോവും. ആരെങ്കിലും തുണ വേണമെന്ന് ഞാൻ ആഗ്രഹിക്കുമായിരിക്കും. ചിലപ്പോൾ ഒന്ന് എണീപ്പിക്കാൻ സാധിച്ചാൽ. കാരണം എനിക്ക് മകൻ ഉള്ളത് കൊണ്ട്. എനിക്ക് ആരും ഇല്ലായിരുന്നെങ്കിൽ, എൻ്റെ ഉമ്മ മോനൊന്നും ഇല്ലായിരുന്നെങ്കിൽ എനിക്ക് ജീവിക്കണ്ട, അങ്ങനെ അങ്ങ് പോട്ടെ എന്ന് പറയായിരുന്നു. പക്ഷെ ഇപ്പം ഞാനത് പറയുന്നതിനകത്ത് അർത്ഥമില്ല. കാരണം എനിക്ക് മോനും എൻ്റെ ഉമ്മയൊക്കെ ഉള്ളത് കൊണ്ട് ആരെങ്കിലും, അതൊരു പുരുഷൻ എന്നുള്ളതിനകത്ത് എനിക്ക് ഒരിതുമില്ല. അത് ചിലപ്പോൾ നമ്മളൊക്കെ ഒരുപാട് മനുഷ്യർ നമ്മൾ പ്രതീക്ഷിക്കുന്നതായിരിക്കാം, അത് പ്രതീക്ഷിച്ചിട്ടല്ല ഞാൻ ജീവിക്കുന്നത്. എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമായിരിക്കാം. പിന്നെ വിധിയാണ്, നമുക്ക് അറിഞ്ഞൂടെ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത്. ഇവിടെ ആർക്കും അറിയാത്ത കുറേ വിഷയങ്ങൾ നിന്നെ കുറിച്ച് എനിക്കറിയാം. അത് ഇന്ന് നമ്മൾ റിവീൽ ചെയ്യാം. ഓക്കെ, നിന്നെ എപ്പോഴും വഴക്കുകാരി, സണ്ട ഉണ്ടാക്കുന്ന നാല്, കോൺട്രവേഴ്സി ക്വീൻ അങ്ങനൊക്കെ പറയൂല്ലേ. നിൻ്റെ ഒരു സോഫ്റ്റ്നെസ് ഉണ്ടല്ലേ. നീ കുട്ടികളെ പഠിപ്പിക്കുന്നത്, പിന്നെ ഓൾഡ് ഏജ് ഹോമിൽ പോയി അവർക്ക് സർവീസ് ചെയ്യുന്നത്, പിന്നെ ഈ സ്ത്രീകൾക്ക് വേണ്ടി എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യുന്നത്, ഇതിനെക്കുറിച്ച് ഈ സോഷ്യൽ സർവീസ് അതെന്തിനാ നീ പുറത്ത് പറയുന്നില്ല? എന്നെ പറ്റിയിട്ടൊരു ഇമ്പാക്റ്റ് ആളുകൾ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. അപ്പം ഞാൻ ഈ ഇമേജിനെ ഞാൻ നല്ലതാക്കാനും ശ്രമിക്കുന്നില്ല. അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ അമ്മ, ഞാൻ ഒറ്റയ്ക്ക് ജീവിക്കുന്ന സ്ത്രീയാണ്. എപ്പോഴാണ് എനിക്ക് എന്ത് സംഭവിക്കണമെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ഞാൻ ഭയങ്കര ബോൾഡാണ്, എൻ്റെ അടുത്ത് വന്നാൽ ഇപ്പം തല്ല് കിട്ടും, എൻ്റെ അടുത്ത് പ്രശ്നത്തിനൊന്നും പോകരുത് എന്നൊക്കെ ആളുകൾ ചിന്തിച്ച് മാറിയിരുന്നാൽ അത് അത്രയും നല്ലതാണ്. കാരണം എനിക്ക് എൻ്റെ സെൽഫ് പ്രൊട്ടക്ഷനാണ് അമ്മ എൻ്റെ ക്യാരക്ടർ, അപ്ഡേഷൻ ക്യാരക്ടർ ഇങ്ങനെ കാണിക്കുന്നതെന്ന് പറയുന്നത്.
അതേസമയം ഞാൻ ചെയ്യുന്ന നന്മകൾ ഇപ്പം ഇവിടെ ഒരുപാട് ആളുകൾ വന്ന് അവർ ചെയ്യുന്ന നന്മകളൊക്കെ വിഷ്വൽ ചെയ്ത് ആളുകളുടെ ഇടയിലിട്ട് അങ്ങനെയൊക്കെ ആളുകളുടെ ഒരു സ്നേഹം സന്തോഷമൊക്കെ കാണുന്നുണ്ട്. അത് ഒരുപാട് ആളുകൾ ഇപ്പം ഞാൻ ചെയ്ത ആക്ടിവിറ്റികളും വെളിയിലേക്ക് എക്സ്പ്ലോർ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആളുകൾ എന്നെ അങ്ങനെ സ്വീകരിക്കും എന്നുള്ളത് എനിക്കറിയാം. അങ്ങനെ ഒരുപാട് ആളുകളെ എനിക്ക് സഹായിക്കാനുള്ള ഒരു സാഹചര്യമില്ല. ഇപ്പോൾ ഞാനൊന്ന് ചെയ്താൽ എല്ലാവരും എൻ്റെ അടുത്ത് സഹായം ചോദിക്കും. അങ്ങനെ ചെയ്യാൻ എനിക്കില്ല. പക്ഷേ ഞാൻ ഈ കുട്ടികളെ പഠിപ്പിക്കുന്നത് ആരോരും ഇല്ലാത്ത ആളുകളെയാണ്. അതും ഞാൻ പല ആളുകളുടെ അടുത്ത് നിന്ന് സ്പോൺസർഷിപ്പും അതും ഇതൊക്കെ പിടിച്ച് ഓരോ കുട്ടികൾക്ക് കൊടുത്ത് അവരെ ഫോളോ അപ്പ് ചെയ്ത് ഇപ്പം US പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ പോലും ഒരു 8 വർഷം ഞാൻ തന്നെയാണ് അവരുടെ കാര്യങ്ങളൊക്കെ നോക്കി. ഇപ്പോൾ അവർ ജോലിയായിട്ട് ജീവിക്കുന്നു. ഇപ്പോൾ ഒരു 6 കുട്ടികളുണ്ട്. അപ്പം അത് കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ഐഡൻറ്റിറ്റി ഡിക്ലെയർ ചെയ്ത 2 കുട്ടികളുണ്ട്. ബാക്കിയുള്ള കുട്ടികൾ 4 കുട്ടികൾ ഐഡൻറ്റിറ്റി ഡിക്ലെയർ ചെയ്യാത്ത കുട്ടികളാണ്. അപ്പോൾ കമ്മ്യൂണിറ്റി ബേസ്ഡ് ആയിട്ടുള്ള പിള്ളേരാണ് അധികം അങ്ങനെ ചെയ്യുന്നത്. അല്ലാത്ത ഇപ്പോൾ സ്ത്രീകളിലും പുരുഷന്മാരിലും ഉള്ള മറ്റ് മനുഷ്യരാരും അങ്ങനെ അധികം വന്നാൽ പോലും എനിക്കത് അത്രയ്ക്കുള്ള ഓപ്ഷൻസ് ഒന്നും എനിക്കില്ല. എല്ലാ മനുഷ്യരെ സഹായിക്കാനുള്ള ഒരിതുമില്ല. എനിക്ക് തന്നെ ജീവിക്കാൻ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ട് ഞാൻ ഒരുപാട് പ്രതിസന്ധിയിലൂടെയൊക്കെയാണ് ഇന്നും ജീവിച്ചുകൊണ്ട് പോകുന്നത്. പ്രത്യേകിച്ച് എനിക്കൊരു ഭയങ്കര വലിയ വീട് അല്ലെങ്കിൽ പോർഷ്യൽ കാർ അങ്ങനത്തെ ഒരാഗ്രഹങ്ങളും ഇല്ലാതെ എനിക്കൊരു ഇടം കിടക്കാൻ കിട്ടിയാൽ അവിടെ കിട്ടണം. അതെൻ്റെതായിട്ട് കിടക്കണം. എനിക്ക് യാത്ര ചെയ്യാൻ എന്തെങ്കിലും ഒരു വണ്ടി അത് വേണം. എനിക്ക് സാധാരണ മനുഷ്യർ കഴിക്കുന്ന പോലത്തെ എന്തെങ്കിലും ആഹാരം. ഞാൻ ഇതിലപ്പുറത്തേക്ക് എനിക്ക് ബാങ്ക് ബാലൻസിങ് അല്ലെങ്കിൽ അതൊന്നും ഞാൻ ഇതാക്കിയിട്ടില്ല. പക്ഷേ എൻ്റെ കൂടെ നിൽക്കണ മനുഷ്യർ നല്ല രീതിയിൽ ജീവിക്കണം. അവരെങ്ങനെയെങ്കിലുമൊക്കെ ഡെവലപ്പായി പോകണം. അവർ ജീവിതത്തിൽ ഉയർന്നു വരണം എന്ന് ഞാൻ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നു. അതെൻ്റെ ചുറ്റിലുള്ള മനുഷ്യർക്കറിയാം കൃത്യമായിട്ട്. പക്ഷേ മറ്റുള്ളവരുടെ അടുത്ത് ഞാനത് കാണിച്ചിട്ടില്ല. ഇന്നിപ്പം ഇതിപ്പോൾ സംസാരിക്കുമ്പോഴത്തേക്കും ഞാൻ ചെയ്തു എന്നുള്ളത് ആളുകളെ അറിയിക്കുക എന്നതാണ് ഉദ്ദേശമൊന്നുമില്ല. കാരണം ഇതിപ്പോൾ എനിക്ക് അത് വേണമെന്നാ തോന്നിയത്. അതുകൊണ്ടാണ് ഇത് ഞാൻ ചോദിച്ചത്. ഇത് അമ്മയ്ക്ക് അറിയാം ഞാൻ ഇങ്ങനത്തെ ഒരാളാണ് എന്നുള്ളത് അറിയാന്നുള്ളതുകൊണ്ട് ചോദിച്ചത് കൊണ്ടിട്ടാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ ഞാൻ ഒരു ഇന്റർവ്യൂകളിലും എവിടെയും ഞാൻ ഇത്തരം എൻ്റെ അത്രയും ഹൈഡിങ് സ്പേസ് അതാണ് ഇപ്പോൾ എൻ്റെ അടുത്ത് സത്യം എന്താന്ന് വെച്ചാൽ ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് എൻ്റെ ഓൺ പൈസ അല്ല. ഞാൻ അവിടെ ഒരു സ്പോൺസർ വാങ്ങി ചെയ്തത്. ഇതുക്ക് മേലെ ഒരു ഉണ്മ സത്യം പറയുന്ന മനുഷ്യരുണ്ടോ? ഇല്ല, അറിയില്ല. അത് അങ്ങനെയാണ്. കുറേ മനുഷ്യരുണ്ട് എൻ്റെ കൂടെ ഈ സപ്പോർട്ട് ചെയ്യുന്ന മനുഷ്യരെ. ഇപ്പോൾ ഫ്രണ്ട്സ് ആയിട്ടുള്ളവർ തന്നെ അവരുടെയൊക്കെ ആ സപ്പോർട്ടിങ് ഒക്കെ ഉള്ളത് കൊണ്ടിട്ടാണ് ഇന്ന് കുറേ കുട്ടികൾ കഞ്ഞി കുടിച്ച് പോകുന്നത്. അപ്പം അവരും ഇതിൻ്റെ പാർട്ടാണ്. ഞാൻ അതിൻ്റെ ഒരു ഇനിഷ്യേറ്റീവ് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ചില സാഹചര്യങ്ങളിൽ നമുക്ക് തന്നെ ജോലിയില്ല, നമ്മൾ തന്നെ കഷ്ടപ്പെട്ട് നമ്മൾ കഴിക്കാതെ എടുക്കാതെ അമ്മയ്ക്കറിയാമല്ലോ അങ്ങനെ വരെ നമ്മൾ കിടക്കുന്ന സാഹചര്യങ്ങളുണ്ട്. കൊറോണ സമയത്ത് അയ്യോ എനിക്ക് അമ്മയൊക്കെ തന്നെ എന്നെ സഹായിച്ചു, എത്ര സഹായിച്ചിരിക്കുന്നു. എൻ്റെ അമ്മ അറിഞ്ഞ് സഹായിക്കും. ഇപ്പം അമ്മ തന്നെ എനിക്ക് അമ്മ ചിലവിന് തന്നിട്ടുണ്ട്. എൻ്റെ അമ്മയാണ്, എന്നാലും എനിക്ക് അമ്മ ചിലവിന് തന്നെ ഞാൻ തിന്നിട്ടുണ്ട്. അപ്പം അതുകൊണ്ടിട്ട് അപ്പം നമ്മളൊക്കെ വളരെ കഷ്ടപ്പെട്ട് തന്നെയാണ് നമ്മളെ ലൈഫൊക്കെ പോകുന്നത്.